ഫ്രാൻസിൽ നിലനിന്നിരുന്ന അസമത്വങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കിയ ചില ചിന്തകരും അവരുടെ ചിന്താധാരകളും ഉണ്ടായിരുന്നു. ഫ്രഞ്ച് ജനത അടിമത്തം പേറി അല്ലെങ്കിൽ അടിമകളെപ്പോലെ കഴിഞ്ഞിരുന്ന ഫ്രഞ്ച് ജനതയെ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, പകരം സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള എല്ലാവിധ അവകാശങ്ങളുമുള്ള ഒരു ജനതയാണെന്ന് ഈ ഫ്രഞ്ച് ജനതയെ ഓർമ്മിപ്പിച്ച ചില ചിന്തകന്മാരും അതുപോലെ അവരുടെ ചിന്തകളുമുണ്ട്. നമുക്കതൊന്ന് നോക്കാം. വോൾട്ടയർ എന്ന് പറയപ്പെടുന്ന ഫ്രാൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകൻ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങളും ബഹുമാനിച്ചിരുന്ന പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിക്കാൻ തുടങ്ങി. പുരോഹിതന്മാരായതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാം എന്നൊരു നിലപാടായിരുന്നു ഫ്രാൻസിലുണ്ടായിരുന്നത്. അതിനെ ഏറ്റവും ആദ്യമായിട്ട് ആ ചൂഷണങ്ങളെ പരിഹസിച്ച വ്യക്തിയായിരുന്നു വോൾട്ടയർ. മാത്രമല്ല യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വോൾട്ടയർ അതിനുവേണ്ടി സമയം കണ്ടെത്തി. മാത്രമല്ല ജനങ്ങൾക്ക് യുക്തിചിന്തയെക്കുറിച്ചും സമത്വബോധവും നൽകാൻ വോൾട്ടയർ തയ്യാറായി. അടുത്ത റൂസോയുടെ വാക്കുകൾ ഫ്രഞ്ച് ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അസ്വാതന്ത്ര്യവും അല്ലെങ്കിൽ പാരതന്ത്ര്യം ഏറ്റവും കൂടുതൽ, അവരുടെ അടിമത്തം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി കൊടുക്കുന്ന രൂപത്തിലുള്ള ഏറ്റവും ശക്തമായ ഒരു പ്രസ്താവന നടത്തിയ ആളായിരുന്നു റൂസോ. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി കൊടുത്ത വ്യക്തിയായിരുന്നു റൂസോ. ഈ ഒരു പ്രസ്താവനയിലൂടെ തന്നെ തങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും കിരാതമായിട്ടുള്ള, ഏറ്റവും പ്രയാസമായിട്ടുള്ള ഈ ഒരു അടിമത്തം അവർക്ക് മനസ്സിലാക്കാനായി. മാത്രമല്ല ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു. ജനങ്ങളില്ലെങ്കിൽ ഒരു രാജ്യവുമില്ല, ഒരു രാജ്യവുമില്ലെങ്കിൽ ഒരു ഭരണാധികാരിയുമില്ല. അതുകൊണ്ട് ജനങ്ങളാണ് പരമാധികാരി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ റൂസോ ശ്രമിച്ചു. അത് മോണ്ടസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും കുറിച്ചുള്ള ധാരണകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തി. അദ്ദേഹം ഗവൺമെൻറ്റിനെ മൂന്നായിട്ട് തിരിച്ചു. ഒന്ന് നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായിട്ട് അദ്ദേഹം ഗവൺമെൻറ്റിനെ തിരിച്ചു.